നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് 24 ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം അടുത്ത അരമണിക്കൂറിൽ. സ്വാഗതം. ഫോളോ അപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ നടപടിയിലേക്ക് ധനവകുപ്പ്. മലപ്പുറം കോട്ടക്കൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രിയുടെ ശുപാർശ. പെൻഷൻ ലഭിക്കുന്നവരിൽ BMW കാർ ഉടമകളും സ്വന്തമായി ആഡംബര വസതിയുള്ളവരും. 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹർ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന് ആവർത്തിച്ചു കുടുംബം. മകനെ സ്വർണ്ണക്കടത്ത് മാഫിയ കൊന്നതാണെന്ന് അച്ഛൻ KC ഉണ്ണി. കുടുംബം വീണ്ടും രംഗത്തെത്തിയത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചാ കേസിൽ പിടിയിലായതോടെ. അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. നമുക്ക് യാതൊരു സംശയമില്ല കാര്യത്തിന് അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ്. കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കാണാതായ 3 സ്ത്രീകളെയും കണ്ടെത്തി. വനത്തിൽ 6 കിലോമീറ്റർ അകലെ അറക്കമുത്തിയിൽ ആനകളെ പേടിച്ച് കാട്ടിനുള്ളിലെ പാറക്കൂട്ടത്തിൽ കഴിയുകയായിരുന്നു മായ ജയനും പാറുക്കുട്ടിയും ഡാർലി സ്റ്റീഫനും. കാണാതായ പശുവിനെ തേടി മൂവരും കാട്ടിലേക്ക് പോയത് ഇന്നലെ ഉച്ചയോടെ. ആന ഉണ്ടെന്ന് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടന്നു വരാൻ പറ്റാതെ വന്നു. ആന നിന്ന കാരണം ഞങ്ങൾ വഴി മാറിപ്പോയതാ. ആനേനെ പേടിച്ച് വഴി മാറിപ്പോയതാ. ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട, ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞുപോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നത് ചോദ്യം ചെയ്ത് മൊഴി നൽകിയ നടി സുപ്രീം കോടതിയിൽ. കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്ന് ഹർജിക്കാരി. പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കുന്നതായും വിമർശനം. കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളിൽ കേസെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹൈക്കോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ FIR ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ 2 FIR ആണ്. കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്രയും എനിക്ക് അങ്ങനെ അതല്ല ഞാൻ അത് ഉദ്ദേശിച്ചിരുന്നത്. ഒരു പഠനമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് എൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നല്ലവരായ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്, അത് ഒരാളെ ഉപദ്രവിച്ചാൽ പോലും അത് പറ്റത്തില്ല. എൻ്റെ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു റൈറ്റാണ്. ഞാൻ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 90,000-ആയി നിജപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 12 ദിവസത്തിനിടെ 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ കൂടുതലായി എത്തി. 63.11 ലക്ഷം രൂപയാണ് ശബരിമലയിലെ ഇതുവരെയുള്ള വരുമാനം. തൃശൂർ നാട്ടികയിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിൽ. കയ്യിൽ പണമില്ലെന്ന് ഗുരുതരമായി പരിക്കേറ്റ് ICUവിൽ കഴിയുന്ന ചിത്രയുടെ സഹോദരൻ. അകത്തിരിക്കുന്ന രോഗികൾക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്തിരിക്കുന്ന ആൾ ഒരു നേരം ഭക്ഷണം കിട്ടുന്നുള്ളൂ. അത് ഉച്ചയ്ക്ക് ഇവിടെ വരുന്നുണ്ട് വണ്ടിയിൽ. ഇവർക്ക് രാത്രി ഉച്ചയ്ക്ക് രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്. ഞാൻ ഇതുവരെ അവളെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടില്ല ഈ പ്രശ്നമായതുകൊണ്ട്. ദുരവസ്ഥയിൽ ഇടപെട്ട് മന്ത്രി MP രാജേഷ്. അടിയന്തര സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉടൻ തീരുമാനിച്ചേക്കും. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത്. അപ്പീൽ സാധ്യതയിൽ മന്ത്രി സജി ചെറിയാൻ നിയമോപദേശം തേടി. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണം. ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തലിലാണ് തുടരന്വേഷണം. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. ആദ്യ മൊഴിയിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നില്ലെന്ന കളക്ടർ അരുൺ K വിജയന്റെ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുത്തത്. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത 3 മണിക്കൂറിൽ ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ ഉച്ചയ്ക്ക് ശേഷം പുതുച്ചേരിക്ക് സമീപം കാറ്റ് കരതൊടും. 90 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
CPM-നൊപ്പം സഹകരിക്കാനുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഡോക്ടർ പി സരിൻ CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി. AKG സെന്ററിലെത്തിയ ഡോക്ടർ പി സരിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പാർട്ടി സഹോദരൻ പാർട്ടിയായെന്ന് ഡോക്ടർ പി സരിനെ സ്വീകരിച്ച MV ഗോവിന്ദൻ. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെൻറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായിരിക്കും. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ഡ്രീം ബിഗ് ഫിലിംസ്, പറവ എന്നീ കമ്പനികളിലാണ് പരിശോധന നടത്തിയത്. കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ആദായനികുതി വകുപ്പിന് സംശയം. നടൻ സൗബിൻ ഷാഹിറിന്റെ കൊച്ചി കരൂരിലെ വീട്ടിൽ വീണ്ടും ആദായനികുതി വകുപ്പിന്റെ പരിശോധന. നടൻ സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊല്ലം കരുനാഗപ്പള്ളിയിലെ CPIM വിഭാഗീയത തെരുവിൽ. ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സേവ് CPIM എന്ന പ്ലക്കാർഡുമേന്തിയായിരുന്നു തെരുവിലെ പ്രതിഷേധം. കുലശേഖരപുരത്തെ കയ്യാങ്കളിയിൽ പാർട്ടി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി പല പ്രദേശത്തും പാർട്ടിയുമായി ബന്ധമില്ലാത്തവരും ചിലപ്പോൾ അനുഭാവികളായിട്ടുള്ളവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി ശക്തിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. ജില്ലയിലും ആ നിലയിൽ തന്നെ ശക്തിയായിട്ട് തെറ്റായ ഏതെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അസാധാരണ വൈകല്യവുമായി കുഞ്ഞ് ജനിച്ചതിൽ ആരോപണം നേരിടുന്ന ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്ന് കുടുംബം ആരോപിച്ചു. സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് വീണ്ടും ആരോപണം. സർജറി പോലും അല്ലാഞ്ഞിട്ട് ഇത്ര ഹൈ റിസ്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അവർ വീട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റിച്ച് പോലും കാണാതെ പകുതി സ്റ്റിച്ചിട്ടിട്ട് അവർ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് 3 മാസം ഇല്ലെ 6 മാസത്തിനുള്ളിൽ കൊച്ചിന്റെ കൈ റെഡിയാകും എന്ന് പറഞ്ഞു. ഉറപ്പ് പറഞ്ഞു. കൈ പൊക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ പൊക്കാൻ നേരത്തൊക്കെ വേദനയാവും. മൊത്തം ഫുള്ള് വേദനയാണ്. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ടവധിയെടുത്ത് ജീവനക്കാരുടെ പ്രതിഷേധം. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് എത്തിയവർ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ജനം സേവനം ലഭിക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ. സംഭവം അന്വേഷിക്കാൻ ADM-ന് റവന്യൂ മന്ത്രി K രാജൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിനിടെ വിധി നിർണയത്തെ ചൊല്ലി സംഘർഷം. ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ ഏകപക്ഷീയമായി വിധി പ്രഖ്യാപിച്ചെന്ന് ആരോപിച്ചാണ് സംഘർഷം. വീഡിയോ വൈറലായതിന് കോഴിക്കോട് കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയുടെ പല്ല് സീനിയേഴ്സ് അടിച്ചു കൊഴിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ കാർ ഇടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ അന്വേഷണം സമീപ ജില്ലകളിലേക്ക്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സര അവധിയിലേക്ക് കേരളത്തിലേക്ക് എത്തേണ്ട ബംഗളൂരു മലയാളികൾക്ക് തിരിച്ചടിയായി KSRTCയുടെ നിരക്ക് വർധന. പതിവ് സർവീസുകളിൽ 50% കേരള RTC വർദ്ധിപ്പിച്ചത്. ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെയുള്ള സർവീസുകളിലാണ് അധിക നിരക്ക്. കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം. കൊല്ലം പോരുവഴിയിൽ വെള്ളത്തിൽ കിടന്ന പ്രതിഷേധം. രാജേഷ് വരവിളയാണ് പ്രതിഷേധം നടത്തിയത്. ഒരു വഴിയിൽ കുടിവെള്ളത്തിന് പുല്ലുവില പൈപ്പുകൾ പലതും പൊട്ടിയിട്ടും കുടിവെള്ളം പാഴായിട്ടും നടപടി എവിടെ അധികാരികൾ? ആലപ്പുഴയിൽ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധിക്കുന്നു. കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലെന്ന് പിതാവ് അനീഷ് മുഹമ്മദ്. റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടറാണ് ഉത്തരവാദിയെന്ന് ശങ്കേഴ്സ് ലാബ് ഉടമ ഡോക്ടർ മണികുമാർ. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ചേർത്തലയിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു.
നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. പാലക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ലോറി പാഞ്ഞു കയറി മൈസൂർ സ്വദേശിനി പാർവതിക്ക് ദാരുണാന്ത്യം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം AICC ആസ്ഥാനത്ത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും സാഹചര്യം വിലയിരുത്തും. അദാനി വിഷയത്തിലടക്കം പാർലമെന്റിലും പുറത്തും സ്വീകരിക്കേണ്ട നയസമീപനങ്ങളും യോഗത്തിൽ ചർച്ചയാകും. അദാനി കോഴയടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് 4ാം ദിവസവും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. പ്രതിപക്ഷ നടപടിയെ വിമർശിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ. അദാനി വിഷയത്തിൽ തുടർച്ചയായി പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വിയോജിപ്പ്. സർക്കാർ മൗനം വെടിയും വരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കോൺഗ്രസ്. MG സർവകലാശാല നാനോ സയൻസ് മുൻ ഡയറക്ടർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. നന്ദകുമാർ കളരിക്കലിനെതിരായ കേസാണ് റദ്ദാക്കിയത്. ജാതി വിവേചനം നേരിട്ടു എന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലായിരുന്നു കേസ്. പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ മുഴുവൻ സംശയനിഴലിലല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി. പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വന്നത്. കണ്ണൂരിലെ തെരുവുനായ വിഷയത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജർ ജയകൃഷ്ണൻ. ഭക്ഷണാവശിഷ്ടം യഥാക്രമം സംസ്കരിക്കാൻ നിർദ്ദേശം നൽകും. തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ വന്ധ്യീകരണം ചെയ്യും. കടിയേറ്റ മറ്റു നായകളെ പിടികൂടി വാക്സിനേഷൻ നൽകുമെന്നും ജയകൃഷ്ണൻ. സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കം തടയാൻ ആദർശ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയതോടെ ഭിന്നത തുറന്ന പോരിലേക്ക്. 3.5 പതിറ്റാണ്ട് മുമ്പത്തെ പിളർപ്പിന്റെ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇത് ഒഴിവാക്കാനാണ് പുതിയ കമ്മിറ്റിയെന്നും വിശദീകരണം. സമസ്തയുടെ പേരിൽ സംഘടന രൂപീകരിച്ചത് അച്ചടക്ക ലംഘനമാണെന്നും നടപടി വേണമെന്നും മറുവിഭാഗം. വോട്ടർമാർക്ക് നന്ദി പറയാൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാളെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും. തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിൽ സ്വീകരണ സമ്മേളനം. ഞായറാഴ്ചയാണ് വയനാട് ജില്ലയിലെ പരിപാടികൾ. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള സാധ്യതാ പട്ടിക പുറത്ത്. മികച്ച പുരുഷ താരത്തിനുള്ള ലിസ്റ്റിൽ ലയണൽ മെസ്സിയും റോഡ്രിയും വിനീഷ്യസ് ജൂനിയറും ഇടം പിടിച്ചു. മികച്ച മുന്നേറ്റ നിരക്കാരനുള്ള പുരസ്കാര പട്ടികയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഡൽഹി പ്രശാന്ത് വിഹാർ സ്ഫോടനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ്. സ്ഫോടനത്തിന് പിന്നിൽ പ്രദേശവാസികൾക്ക് പങ്കെന്ന് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറുടെ നില തൃപ്തികരം.